ഓൺലൈൻ ശാസ്ത്രീയ സംഗീത പഠനത്തിൻ്റെ 4ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ലക്ഷ്മി എസ് മേനോൻ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സരളി വരിശകളിൽ 3ഉം 4ഉം സ്വരങ്ങൾ ആണ്. സരി ഗമ സരി ഗമ സരി ഗമ പധ നി സ സാ നി ധ പ സാ നി ധ പ സാ നി ധ പ മാ അതായത് 3 സരിഗമ ഒരുപോലെ പാടേണ്ടതാണ്, ഒരേ സ്ഥാനത്ത് പാടേണ്ടതാണ്. സരി ഗമ സരി ഗമ സരി ഗമ പധ നി സ സാ നി ധ പ സാ നി ധ പ സാ നി ധ പ മാ ഗരി സ. നമുക്ക് അതൊന്ന് താളമിട്ട് പാടാം. സരി ഗമ സരി ഗമ സരി ഗമ പധ നി സ സാ നി ധ പ സാ നി ധ പ സാ നി ധ പ മാ ഗരി സ. നമുക്കൊന്നുകൂടെ നോക്കാം. സരി ഗമ സരി ഗമ സരി ഗമ പധ നി സ സാ നി ധ പ സാ നി ധ പ സാ നി ധ പ മാ ഗരി സ. ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം. ഇത് 2ഉം 3ഉം 4ഉം കാലങ്ങളിൽ പാടി പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. ഒരു പ്രാവശ്യം ഞാൻ ഒന്ന് പാടി കേൾപ്പിക്കാം. സരി ഗമ സരി ഗമ സരി ഗമ പധ നി സ സാ നി ധ പ സാ നി ധ പ സാ നി ധ പ മാ ഗരി സ. സരി ഗമ സരി ഗമ സരി ഗമ പധ നി സ സാ നി ധ പ സാ നി ധ പ സാ നി ധ പ മാ ഗരി സ. സരി ഗമ സരി ഗമ സരി ഗമ പധ നി സ സാ നി ധ പ സാ നി ധ പ സാ നി ധ പ മാ ഗരി സ. സരി ഗമ സരി ഗമ സരി ഗമ പധ നി സ സാ നി ധ പ സാ നി ധ പ സാ നി ധ പ മാ ഗരി സ. അടുത്തത് 4ാമത്തെ സരളി വരിശയാണ്. സരി ഗമ പ സരി. ശ്രദ്ധിച്ചാൽ അറിയാം, പായ്ക്ക് ഒരു ദീർഘമുണ്ട്. ആ ദീർഘവും അക്ഷരമായിട്ട് കൂട്ടും. അപ്പൊ ആ ദീർഘത്തിനും നമ്മൾ താളമിടും. സരി ഗമ പ സരി പാ. പാടിക്കഴിഞ്ഞാൽ അടുത്ത സരി താഴെയാണ്. പാ സരി. അത്
തെറ്റിപ്പോവാനുള്ള സാധ്യതയുള്ളത് കൊണ്ടാണ് ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞത്. സരി ഗ മ പ സരി. ഒന്നുകൂടി പറയാം. പാ, അവിടെ ആ ഒരു നീട്ടല് വരണം. പാ സരി, സരി താഴെ. ഇനി ഒന്നുകൂടി എടുത്തു പാടും. സരി ഗ മ പ ധ നി സ. തിരിച്ചു വരുമ്പോഴും അതുപോലെ തന്നെ സാ നി ധ പ മ. മാക്ക് ദീർഘമുണ്ട്, മാ അല്പം നീട്ടണം. മാ സാ നി. തിരികെ മുകളിലേക്ക് തന്നെ പോണം. സാ നി. ഒന്നുകൂടി സാ നി ധ പ മ ഗ രി സ. ഒരിക്കൽ കൂടി പാടാം. സരി ഗ മ പ സരി സരി ഗ മ പ ധ നി സ സാ നി ധ പ മ സാ നി ധ പ മ ഗ രി സ. നമുക്കത് താളമിട്ട് പാടി നോക്കാം. സരി ഗ മ പ. ആ ദീർഘത്തിന്റെ അവിടെ വീച്ചു വരും. പ സരി സരി ഗ മ പ ധ നി സ സാ നി ധ പ മ സാ നി ധ പ മ ഗ രി സ. പാട്ടും താളവും ശ്രദ്ധയോടെ ചെയ്തില്ലെങ്കിൽ അത് തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒന്നുകൂടി കെയർഫുള്ളായിട്ട് പാടാൻ ശ്രദ്ധിക്കുക. ഒന്നുകൂടി പാടാം. സരി ഗ മ പ സരി സരി ഗ മ പ ധ നി സ സാ നി ധ പ മ സാ നി ധ പ മ ഗ രി സ. ഇതും അതുപോലെ തന്നെ 2, 3, 4 കാലങ്ങളിൽ പാടി പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. ഒന്ന് പാടി കേൾപ്പിക്കാം. സരി ഗ മ പ സരി സരി ഗ മ പ ധ നി സ സാ നി ധ പ മ സാ നി ധ പ മ ഗ രി സ. സരിഗമ പ എന്നുള്ളത് 2 അക്ഷരമാണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. 2ാം കാലം പാടുമ്പോൾ ആ 2 അക്ഷരവും ഒരടിയിൽ വരും. അടുത്തത് 3ാം കാലം. സരിഗമ പ സരി സരിഗമ പ ധ നി സ സാ നി ധ പ മ സാ നി ധ പ മ ഗ രി സ. 4ാം കാലം. സരിഗമ പ സരി സരിഗമ പ ധ നി സ സ നി ധ പ മ സ നി ധ പ മ ഗ രി സ. സരിഗമ പ സരി സരിഗമ പ ധ നി സ സ നി ധ പ മ സ നി ധ പ മ ഗ രി സ. സരളി വരിഷയുടെ 3ഉം 4ഉം സ്വരങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും കൃത്യമായി എല്ലാ ദിവസവും നിർബന്ധമായും പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്തെങ്കിലേ അതിനെ ഭംഗിയാക്കിയെടുക്കുവാൻ, അതിനെ ഒന്ന് മേക്കപ്പ് ചെയ്തെടുക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ദയവായി പ്രാക്ടീസ് ചെയ്യുക. ഈ പാഠങ്ങൾ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. നന്ദി.